ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വരിക്കാശ്ശേരി മനയിലല്ല, നമ്മളിപ്പോൾ ഉള്ളത് ദേവഗുഡ പാലസിലാണ്. കാസർഗോഡാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. അനന്തപുരം ക്ഷേത്രത്തിന് തൊട്ടടുത്തായാണ് ഈ ഒരു പാലസ് സ്ഥിതി ചെയ്യുന്നത്. അടിപൊളിയാണ്. എന്താ വെച്ചാൽ ഇതൊരു കുഞ്ഞു കൊട്ടാരമാണ്, വലിയ കൊട്ടാരമൊന്നുമല്ല. പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ കുഞ്ഞു കൊട്ടാരത്തിൻ്റെ വിഷലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും കാണാൻ റെഡി ആയിക്കോളൂ. ഓക്കെ, വന്നോളൂ. പാറയുടെ മുകളിലായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നമ്മളൊക്കെ നാലുകെട്ടും തറവാടുകളും കൊട്ടാരങ്ങളും മില്ലങ്ങളൊക്കെ കണ്ട ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാസർഗോഡ് അനന്തപുരത്തും ഉണ്ട് ഇങ്ങനെയൊരു കൊട്ടാരം. കാസർഗോഡ് അനന്തപുരത്തിനടുത്തായാണ് ദേവരഗുഡ എന്ന ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. പഴയകാല കൊട്ടാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു കൊട്ടാരം തന്നെയാണിത്. കൂടുതൽ മോഡിഫൈ ഒന്നും ഇല്ല. പഴയ ആ ഒരു ഇത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നുള്ളത്. താഴെ 6 മുറികളും മുകളിൽ 5 മുറികളുമാണ് ഈ ഒരു കൊട്ടാരത്തിലുള്ളത്. ഇതിൽ വാതിലിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. പഴയ ദേവീദേവന്മാരെയാണ് ആ വാതിലിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത്. അതും ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഓരോ മുറികളിലും വായു സഞ്ചാരമില്ലാത്ത അത്രയും ഇരുട്ടായ മുറികൾ പോലും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഓപ്പൺ ആയിട്ടുള്ള മുറികളും ഉണ്ട്. അതുപോലെ പണ്ട് നാടകം അങ്ങനെയൊക്കെ ഒരു സ്റ്റേജ് പോലുള്ള ഒരു വേദി പോലുള്ള ഒരു അറയുണ്ട് ഇവിടെ. അതൊക്കെ കാണാൻ വേറൊരു നല്ല ഭംഗിയാണ്. ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ അതിമനോഹരമായ പൂന്തോട്ടങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശന സമയം എന്ന് പറയുന്നത്. 1999 ഈ കൊട്ടാരം ഇവിടെ പണി കഴിപ്പിച്ചത്. ഈ കൊട്ടാരം 135 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നില്ല. കാഞ്ഞങ്ങാട് പാണത്തൂർ ദേശീയപാതയിലെ ഇരിയയിലായിരുന്നു ഈ ഒരു കൊട്ടാരം മുൻപുണ്ടായിരുന്നത്. നല്ല കാറ്റാണ്, പുറത്ത് നല്ല വെയിലാണ്. ആ വെയിലൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല കാറ്റാണ്. ഇവിടെ നല്ല ഇരിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക, നല്ലൊരു വൈബ് തന്നെയാണ്. താഴെ നിന്നും മുകളിലേക്ക് പോകുമ്പോൾ തന്നെ കാണുന്നത് ബാൽക്കണിയാണ്. നല്ല മരം കൊണ്ടുണ്ടാക്കിയ തൂണുകളാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് മലയാള സിനിമകൾക്ക് വേദിയാവാൻ ഈ ഒരു കൊട്ടാരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വടക്കുന്നാഥൻ സിനിമയിലെ കളഭം തരാം എന്ന സോങ്ങൊക്കെ ഇവിടുന്ന് ചിത്രീകരിച്ചതാണ്. ഇനി ന്യൂ ജനറേഷൻ കാണാത്ത ഒരു യന്ത്രമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ തുണി നെയ്ത്ത് യന്ത്രം. ഇതിൽ നൂലൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരിക്കുകയാണെന്ന് തോന്നുന്നു. ചിലന്തി വലയൊക്കെ കാണാം ഇതിൽ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ പലരും ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അല്ല, നേരിട്ടല്ല, മൊബൈലിൽ കൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഞാൻ കണ്ടത് അധികവും നൂൽക്കുന്ന യന്ത്രം ടി വിയിൽ സിനിമയിലൊക്കെയാണ്. ഇതിലിതാ കണ്ടോ, റീൽസായിട്ട് നൂല് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ പഴക്കമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. നൂലൊക്കെ കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. ഫ്രണ്ട് വ്യൂ ആണ്, നല്ലപോലെ കാണുന്നുണ്ട്. അത്ര ദൂരമുള്ള എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്നാൽ നല്ല പോലെ കാണാം. ആസ്വദിക്കാനുള്ള ആ ഒരു ക്ലൈമറ്റും കൂടിയാണ് കേട്ടോ ഇവിടെ നിന്നാലേ. അവിടുത്തെ ചൂടൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല ഒരു തണുപ്പോ എന്താന്ന് പറയാൻ പറ്റുന്നില്ല. മുകളിൽ നിന്നും നോക്കുമ്പോൾ താഴെ കാണുന്ന ആ നടുമുറ്റം വല്ലാത്തൊരു ആസ്വാദന ഭംഗിയാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് കല്യാണ ഫോട്ടോഷൂട്ട് അതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഫീസ് ഇവർ ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമ ഷൂട്ടിങ്ങിന് അങ്ങനെയൊക്കെ ഇവർ ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേവരഗുഡ എന്ന ഈ കുഞ്ഞു കൊട്ടാരത്തിൻ്റെ എല്ലാ കാഴ്ചകളും ഒപ്പിയെടുത്ത് നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വ്ളോഗുമായി കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ.